ലോകത്ത് എത്രേ വലിയ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. നിങ്ങൾ അധികാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കുട്ടി ബനൂ ഇസ്രായേലിൽ ജനിക്കുന്നു എന്ന് തന്റെ ജ്യോത്സ്യന്മാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ചിട്ട് ബനൂ ഇസ്രായേലിലെ 70,000-ലേറെ കുഞ്ഞു മക്കളെ കൊന്നു തള്ളിയ ഫറോവ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔൻ അവിടെയുണ്ട്. ആ ഫിർഔൻ ഈ മക്കളെ കൊന്നു തള്ളുമ്പോ അവന്റെ ചെലവിൽ തന്നെ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണത്തിൽ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ചെലവിൽ വളർത്തിയ അഹ്കമുൽ ഹകീമീനാണ് അല്ലാഹ്. ആ ഫറോവ അവിടെയുണ്ട്. എല്ലാ ഗസയിലടക്കം സുബ്ഹാന ജല്ല ജലാലു എത്രേ വീടുകൾ തച്ച് തകർപ്പണമാക്കി ബോംബിട്ടിട്ട് നാമാവശേഷമാക്കി കളഞ്ഞു. ആശുപത്രിക്ക് ബോംബിട്ടിട്ട് മയ്യിത്തുകൾ പുറത്തേക്ക് ചിന്നിച്ചിതറുന്ന എത്ര കാഴ്ചകളാണ്, കരള് കരയുന്ന കാഴ്ചകളെ ലോകം കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഖബർസ്ഥാനിൽ ബോംബിട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗസയിലെ ഖബർസ്ഥാനിൽ ബോംബിട്ടിട്ട് കൂട്ടം കൂട്ടമായി കബറടം ചെയ്യപ്പെട്ട മുസ്ലിം കബന്ധങ്ങളെ ആ ഖബർസ്ഥാനിൽ ബോംബിട്ടിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് മയ്യത്ത് പുറത്തേക്ക് വരുന്ന ദാരുണമായ രംഗം, അതും ലോകത്ത് സമ്മാനിച്ച തെമ്മാടികളായ ഭരണാധികാരികളുണ്ട്. അല്ലാഹ് ഗസയിലുള്ള മോമിനീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. 5, 6, 7 വയസ്സുള്ള ഒരു മകൻ അവന്റെ അനുജനോട്, ചെറിയ അനുജനോട് ആശുപത്രിയിൽ നിന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ലേ? പൊന്നുമോനെ, ഷഹാദത്ത് കലിമ ചൊല്ലൂ. മരിക്കാൻ കിടക്കാണ്. ബോംബിന്റെ ചീളുകൾ കൊണ്ട് ശരീരമാസകലം പൊട്ടിയിട്ട് ചോരയൊഴുകുന്ന മരണത്തോട് മല്ലടിക്കുന്ന ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന 5 വയസ്സുള്ള അനുജനോട് 7 വയസ്സുള്ള ജേട്ടൻ പറയാണ്, പൊന്നുമോനെ അനുജ, ഷഹാദത്ത് കലിമ ചൊല്ലൂ, സ്വർഗം കാത്തു നിൽക്കുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഇങ്ങനെ നടക്കുകയാണ്. ദഅവത്തിന്റെ തുടക്ക കാലഘട്ടമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന കാലമാണ്. തങ്ങൾക്ക് തന്നെ ആക്രമണങ്ങൾ ഏൽക്കുന്ന അവ്വൽ ഘട്ടമാണ്. ആ സമയത്ത് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണലിൽ അതാ കിടത്തിയിട്ട് ഒരു കുടുംബത്തിലെ 3 പേര് അതിശക്തമായി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കാൻ അടിക്കുകയാണ്. മഹാനായ സയ്യിദുനാ യാസിർ റളിയല്ലാഹു അൻഹുവാണ്. ഭാര്യ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയാണ്. മകൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവാണ്. അവരെ ഇങ്ങനെ അടിച്ചിട്ട് ഈ പരിശുദ്ധമായ ആശയത്തിൽ നിന്ന് മാറാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ അവരിങ്ങനെ കാണാണ് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ അവർ പ്രതീക്ഷയോടെ തങ്ങളെ നോക്കുകയാണ്. ഭൗതിക സാഹചര്യം വെച്ച് തങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കാലമല്ല. ആ സമയത്ത് വേദന അനുഭവിക്കുന്ന, അടികൊള്ളുന്ന ടീമിനോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂരത്തുനിന്ന് വിളിച്ചു പറയാണ്, സബ്റൻ അല യാസിർ, സബ്റൻ അല യാസിർ, ഫഇന്ന മൗഇദകുമുൽ ജന്നah. ക്ഷമിക്കണേ ആലു യാസിറേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് സ്വർഗം പണി കഴിക്കപ്പെടുന്നുണ്ട്. സ്വർഗം നിങ്ങൾക്ക് വാഗ്ദത്തമാണ്. സ്വർഗം നിങ്ങൾക്ക് റെഡിയാവുന്നുണ്ട്. നിങ്ങളുടെ മടക്ക സ്ഥലം സ്വർഗമാണ്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ക്ഷമിക്കൂ ആലു യാസിറേ. സുബ്ഹാന ജല്ല ജലാലു. അടിച്ചടിച്ച് മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹായുടെ സ്വകാര്യ അവയവത്തിൽ വരെ ഫറോവ ഈ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിലെല്ലാം കുത്തിക്കയറ്റി പ്രയാസപ്പെടുത്തുന്ന സമയത്ത്, ജീവൻ പോകുന്ന സക്കറാത്തിന്റെ സമയത്ത് ഈ ആശികത്തുനിന്ന് മാറൂന്ന് അബൂജഹൽ അടക്കമുള്ള തെമ്മാടികൾ ചോദിക്കുന്ന സമയത്ത് അല്ലാഹ് ദുനിയാവിലുള്ള സകല സംസാരവും നിർത്തിയിട്ട് ആ ഖുറൈശികളോട് അവസാനം സുമയ്യ ബീവി പറയുന്നത്, വഇൻ തഖ്തുലൂനി തഖ്തുലൂനി വലം അകുൻ ബിഉശ്രീക ബിർറഹ്മാനി മിൻ ഖീഫത്തിൽ ഖത്ലി. ഖുറൈശികളെ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ശാരീരികമായി ഇല്ലാതെയാക്കാം, എത്രമാത്രം ശരീരത്തെ മുറിപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും
റബ്ബാകുന്ന റഹ്മാനാകുന്ന റബ്ബിനോട് ശിർക്ക് ചെയ്തിട്ട് കുഫ്രിയത്തിലേക്ക് തിരിച്ചു വരാ സുമയ്യ റളിയല്ല, തയ്യാറല്ല. ഈ ഉമ്മത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. പാറപ്പുറത്ത് മഹാന്മാരെ ഉറൂസിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈമാൻ ഭദ്രമായി സൂക്ഷിക്കണേ. കെട്ടുപോയ കാലമാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. ഞാൻ പറഞ്ഞത്, ലോകത്ത് തമ്മാടിത്തങ്ങളെ ചെയ്ത് കൂട്ടിയ എത്രയേ ഭരണാധികാരികളുണ്ട്. പക്ഷെ ഒരാളും മഹ്ശറയിൽ വാതുറക്കുന്നില്ല. അവസാനം മലക്കുകളുടെ ഭാഗത്തുനിന്ന് വളരെ പേടിയോടെ ഭവ്യതയോടെ മറുപടി വരെയാണ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹ്. അല്ലാഹുവിന് മാത്രമാണ് അധികാരമെന്ന് പറയപ്പെടുന്ന വല്ലാത്ത ആ ഗൗരവമുള്ള ദിവസമില്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആ വല്ലാത്ത ലോകത്ത് 5 കാര്യങ്ങളെ സംബന്ധിച്ച് ക്ലിയർ വരുത്താതെ ലാ തസൂലാ ഖദം ബിൻ ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്, 5 കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൃത്യത വരുത്താതെ ഒരാളെയും കാല് അനക്കാൻ അനുവദിക്കില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ശഅബാൻ മാസാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതിലാദ്യം തന്നെ തങ്ങൾ എണ്ണിയത് ആയുസ് ഏത് വിഷയത്തിലാണ് അവൻ നശിപ്പിച്ചത് എന്നാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ സമയം. ആയുസ് എന്ന് പറഞ്ഞാൽ വേറെ സംഗതി വരണ്ടല്ല. ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പറയണ, നേരത്തെ പറഞ്ഞ സമയല്ലേ, ഓരോ സെക്കൻഡും അല്ലാഹു തആല ചോദിക്കും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ കൽബിനോട് തന്നെ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തുള്ള ജീവിതം നൽകിയിട്ട്, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് നമ്മൾ ആ സമയം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവ് ചെയ്യാറുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 2 ദിവസമായി മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ ഉസ്താദ് അവർകൾ വന്ന് നമുക്ക് പള്ളിക്ക് ഉദ്ഘാടനം ചെയ്തു തന്നു. അതിനുശേഷം ഒരുപാട് ഉസ്താദുമാരുടെ ഒക്കെ വാദം നടന്നു. ഇനിയും 2 ദിവസം നമ്മുടെ പരിപാടി ഉണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഉസ്താദുമാരുടെ നസീഹത്ത് ഇങ്ങനെ കേൾക്കുന്നത് ഒരു ദിക്റിന്റെ ഹൽഖയാണ്. അതെല്ലാം അല്ലാഹുവിന്റെ ഓർമ്മയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ 2 ദിവസം മുമ്പ് ഇന്നിവിടെ ഒരു ഉറൂസ് ഇല്ലായിരുന്നെങ്കിൽ, ഒരു ഉറൂസും പരിപാടിയൊന്നും ഇല്ല ഇവിടെ, നമ്മളെല്ലാവരും വീട്ടിലാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ സമയം ഏകദേശം 9:45 നിങ്ങൾ ആരും സമയം നോക്കണ്ട. കൃത്യസമയത്ത് ഇൻഷാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് വഅള് മതിയാക്കും. എനിക്ക് മീസാൻ മുതൽ സഹീഹുൽ ബുഖാരി വരെ ഖത്മ് തീർത്ത് തന്ന എൻ്റെ എല്ലാമായ റഷീദ് ഉസ്താദിന്റെയും നമ്മളെല്ലാവരുടെയും എല്ലാമായ ഉസ്താദിന്റെ ഹളറത്തിലാണ് ഇന്ന് വഅള് എന്നത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയോടെയാണ് വഅള്. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ശൈഖുനക അല്ലാഹു ആഫിയത്തും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 10-40 കൊല്ലമായി ഈ നാടിന് നേതൃത്വം നൽകുന്ന ചില ആളുകളുടെ വരവ് ചില നാടിന്റെ മുഖച്ഛായ മാറ്റും. സയ്യിദ് മദനി തങ്ങൾ ഉള്ളാളത്ത് വന്നിട്ടാണ് ദഅവത്ത് നടത്തിയത്. മുത്തുനബിയുടെ നിർദ്ദേശപ്രകാരം മദീനത്തുനിന്ന് വന്നതാണ്. ആ മഹാനായ മദനി തങ്ങളുടെ പടയോട്ടമായിരുന്നു അവിടെ. പക്ഷെ ഉള്ളാളത്തിന്റെ രണ്ടാമതൊരു മുഖച്ഛായ മാറ്റിയത് താജുൽ ഉലമയാണ്. അല്ലാഹു അടുത്ത ദറജേറ്റി കൊടുക്കട്ടെ. 2 മഹാന്മാരുടെയും പിടുത്തവും പൊരുത്തവും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. മഹാനായ ഉസ്താദ് അവർകൾ കുറെ വർഷമായി ഇവിടെ ഖാദിയാണ്, അവിടെ താൽമീയ നേതൃത്വമുണ്ട്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ പൂർണ്ണ സമയം പാറപ്പുറത്ത് പ്രവർത്തിക്കാനും നേതൃത്വം നൽകാനും ഉസ്താദ് അവർകൾ എത്തിയപ്പോൾ അൽഹംദുലില്ലാ മനസ്സിലാക്കുന്നത്, ഉസ്താദ് അവർകൾക്ക് താമസിക്കാനുള്ള, ഉസ്താദിനോട് യോജിക്കുന്ന, അവിടുത്തെ ഖദറിനോട് യോജിക്കുന്ന ഒരു റൂം നിർമ്മിക്കാനാണ് നാട്ടുകാർ ആദ്യം തീരുമാനിച്ചത്. അതൊരു ബർക്കത്തുള്ള തീരുമാനമായി. നമ്മൾ ആദരിക്കേണ്ടവരെ, അർഹതയുള്ളവരെ ആദരിക്കുമ്പോൾ അള്ളാഹു നമ്മെ തിരിച്ചാദരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് പാറപ്പുറം പള്ളി.
നമ്മൾ ഉസ്താദ് അവർക്ക് യോജിക്കുന്ന ഒരു റൂം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിന് പണയം വരച്ചപ്പോ അള്ളാഹു താല പറഞ്ഞു, നാട്ടുകാർക്ക് മുഴുവനും ബഹുമാനായിക്കോട്ടെ, ബഹുമാനിക്കേണ്ട ആളെ ബഹുമാനിച്ചാലും എത്തേണ്ട ആൾ എത്തിയാലും സംഗതി നടക്കും. അള്ളാഹു താല ഒരുപാട് കാലം ഷെയ്ഖുനാന്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഞങ്ങളൊക്കെ അവിടുത്തെ ചെറിയ ശിഷ്യന്മാരാണ്, ഇപ്പോഴും ചെരുപ്പെടുത്ത് നടക്കുന്ന ശിഷ്യന്മാരാണ്. ഉസ്താദിന് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് ഈ പാറപ്പുറത്ത്. അതിന് പറ്റിയ നാടാണെന്നും ഈ പാറപ്പുറക്കാര് മുഴുവനും ദീനിനോടും ഈമാനിനോടും ബന്ധമുള്ളവരും ഇൽമിനെ സ്നേഹിക്കുന്നവരാണെന്ന് ഇപ്പോഴല്ല, മുന്നേ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1-2 വർഷമായി സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അതിന്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അല്ലാഹുവേ ശൈഖുനാന്റെ മനസ്സിലുള്ളതിനേക്കാളും വേഗത്തിൽ അത് പൂർണ്ണമാക്കി റാഹത്തായി നടത്തി കൊണ്ടുപോകാൻ ഉസ്താദ് അവർകൾക്കും അതിന് സഹകരിക്കാൻ ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അത് കണ്ട് സന്തോഷിക്കാനും വേണ്ട ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്കും വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് വഅദില്ലായിരുന്നുവെങ്കിൽ നിങ്ങള് വീട്ടിൽ എന്താ അടുക്കുക? നമ്മൾ പുരയിൽ എന്താ ചെയ്യുന്നുണ്ടാകുക? കുറെ ആള് പറയും, ഇപ്പോ പൊതുപരീക്ഷന്റെ കുട്ടികൾക്ക് പൊതുപരീക്ഷ കഴിഞ്ഞ് നാളെ ഖുർആൻ പരീക്ഷ ഉണ്ട്, അതിന് വേണ്ടി കുറച്ച് കുട്ടികൾ സ്റ്റഡി ആകുന്നുണ്ടാവും. ഇനിയും പരീക്ഷ എഴുതാനുള്ള കുറെ കുട്ടികളുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില ആളുകളൊക്കെ പറഞ്ഞേക്കാം സ്കൂളിലൊക്കെ പരീക്ഷ വരാണ്, SSLC പരീക്ഷ ഒക്കെ വരുന്നുണ്ട്. നമ്മളെ മക്കളെയൊക്കെ എല്ലാ വിഷയത്തിലും അള്ളാഹു A+ കൊടുക്കട്ടെ. അതിനെങ്കിലും നിങ്ങൾ ആമീൻ പറയുന്നു ചോദിച്ചു പറഞ്ഞില്ല. അള്ളാഹു തആല എല്ലാ വിഷയത്തിലും നമ്മളെ മക്കൾക്ക് A+ കൊടുക്കട്ടെ. നിങ്ങൾ പറയുന്ന വിഷയം ഇങ്ങോട്ട് കേൾക്കണില്ല. അതുകൊണ്ട് എന്ന് മാത്രല്ല, അവരുടെ അദബിൽ അള്ളാഹു അവർക്ക് ഫുൾ A+ കൊടുക്കട്ടെ. നല്ല അദബുള്ള മക്കളാക്കണേ അല്ലാഹ്, ഖുർറത്തു അയ്നായ മക്കളാക്കണേ അല്ലാഹ്. ചില ആള് പറയും ഉസ്താദേ അവര് പഠിക്കാണ് എന്ന് ചിലപ്പോ പറഞ്ഞേക്കാം. ചില ആള് പറയും വേറെന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ചിലപ്പോൾ പണി ഉണ്ടായിരുന്നെങ്കിലും ചെയ്തതിന്റെ ബാക്കി ചെയ്യാനുണ്ട് എന്നൊക്കെ ചിലപ്പോ പറയും. ചില ആളുകൾ പറയും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാനുള്ള തിരക്കിലാണ്. എന്നാൽ ഞാൻ ഖൽബ് കൊണ്ട് ചോദിക്കാണ്, നിങ്ങൾ ആരും കൈയൊന്നും ഉയർത്തണ്ട, നിങ്ങൾ സ്വന്തം ആലോചിക്കൂ ഞാൻ ഈ പറയുന്നത് ശരിയാണോന്ന്. അധികം ആളുകളും ഈ നാട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരടക്കം നമ്മളെ ഏറെ ആളുകളുടെയും അഭിപ്രായം, ഉസ്താദേ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, തകരാറാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഉറങ്ങാതിരിക്കാൻ, കിടക്കാതിരിക്കാൻ ഞങ്ങളും അല്ലേ സിറ്റ് ഔട്ടിലോ ഓഫീസ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ നെറ്റ് കിട്ടുന്ന സ്ഥലത്ത് പോയി മൊബൈൽ നോക്കുകയായിരുന്നു. ഏകദേശം മറുപടി അതായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഏറെ ആളുകളുടെയും മറുപടി അതാണ്, ഇതുകൊണ്ട് കളിക്കല. അപ്പൊ ഉസ്താദ് നിങ്ങൾ മൂസാ നബിയുടെ കാലത്ത് ബേൽ പറയേണ്ട ആൾ മൊബൈലിന്റെ കാലത്ത് മൊബൈലിനെതിരെ പറഞ്ഞല്ല. ഞാൻ ഇതന്നെ ലൊക്കേഷൻ നോക്കിയിട്ടാ വന്നതില്, ഇത് അറിയാത്ത ആളല്ല. ഞാൻ പറയുന്നത് നമ്മുടെ എത്ര സമയങ്ങളാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. നല്ല ബോധം അല്ലാഹു നൽകട്ടെ. സമയത്തെക്കുറിച്ച് വില അറിയാത്തവന്റെ സമയം പോന്ന അറിയാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെയല്ല ഉസ്താദ് നിങ്ങൾ പറയും പോലല്ല നമ്മൾ മൊബൈൽ കൊണ്ടൊന്നും കളിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ പാറപ്പുറത്ത് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഞങ്ങളിപ്പോൾ വാളൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഏതായാലും ഉറങ്ങാൻ പോവല്ലേ, ഉറങ്ങുന്നതിന് മുമ്പൊന്ന് വുളൂ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ കലാമില്ലേ, കലാമുൻ ഖദീമുല്ലാ യുമല്ലു സമഉഹു تنزه عن قول وفعل ونيتي به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي. ഏത് സങ്കടം വന്നാലും ഏത് ടെൻഷൻ വന്നാലും ഏത് രോഗം വന്നാലും ശിഫയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് വീട്ടിൽ തന്നെ ഇല്ലേ? അത് അല്ലാഹുവിന്റെ കലാമിനോളം വരുന്ന ഏത് മരുന്നാണ് ലോകത്ത് വേറെയുള്ളത്?
അള്ളാഹുവിന്റെ കലാം കയ്യിലെടുത്തിട്ട് കണ്ണ് നിറഞ്ഞിട്ടും ഓതിയാൽ നീങ്ങിപ്പോകാത്ത ടെൻഷൻ ഏതാണ് ചെറുപ്പക്കാരാ? അള്ളാന്റെ കലാം കയ്യിലെടുത്തിട്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് ഒരൽപ്പം പാരായണം ചെയ്താൽ ടെൻഷൻ മാറാതിരിക്കുമോ ഉമ്മമാരേ? ഒരു സാമ്പിള് ഞാൻ പറയാം. ഞാനൊരു സ്ഥലത്ത് എന്തോ സ്ഥാപനത്തിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരാളെ കാണാനോ ഞാനൊരു വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എവിടെയോ പ്രസംഗിച്ച ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് നല്ല ഉഷാറിൽ ആ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ആ വീട്ടുകാർ കേൾക്കാണ്. എന്നാൽ ആ വീട്ടുകാരോട് എന്റെ മനസ്സിലൊരു നല്ല സ്നേഹം ഉണ്ടാവൂലേ? എന്റെ പ്രസംഗം അവര് കേൾക്കാണ് നല്ല ഉഷാറായിട്ട്. അപ്പൊ എനിക്ക് എന്നെ പരിചയപ്പെടുത്തൽ എളുപ്പം. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കണ വേള് പറയുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അല്ല അവല് മുതൽ തുടങ്ങണ്ടില്ല. ഞാനൊരു വീട്ടിലെത്തുമ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ ഞാൻ എഴുതിയ ഒരു ലേഖനം അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം ഒരാൾ വായിച്ചിട്ട് ബഹുമാന പുരസ്സരം അതിനെ ഇങ്ങനെ മാനിക്കുന്നതാണ് കാണുന്നതെങ്കിൽ എനിക്ക് അയാളോട് കൽബിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവൂലേ? ഖൽഖിന്റെയും ഖാലിഖിന്റെയും സ്വഭാവത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഫഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസാഹിബിഹി നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ഖുർആൻ ഓതണേ, ഇത് ആഖിറത്തിൽ ശുപാർശകനായി വരുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ ഓതുന്നവൻ അല്ലാഹുവിന്റെ അഹ്ലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ ഓതാത്ത വീട് ഖബറിന് തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഏറ്റവും ബഹുമാനമുള്ള അള്ളാന്റെ കലാമ്, ആ പരിശുദ്ധ കലാമ് ഞങ്ങൾ അള്ള തന്ന കണ്ണുകൊണ്ട് നോക്കുകയായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. ലോകത്ത് എത്ര ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ? ലോകത്ത് എത്ര ആളുകളുണ്ട് ഇതുവരെ ദുനിയാവിന്റെ ഒരു പളപളപ്പ്, ഒരു ബഹളവും, ഒരു കളറും കണ്ടിട്ടില്ല. കളറിന് വേണ്ടി കത്തിയെടുക്കുന്ന ലോകമാണിത്. അതേ സമയത്ത് ഇന്നുവരെ ഇരുട്ടല്ലാത്ത, മറ്റൊന്നും കാണാനില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ എത്രയാണ്? കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാഴ്ചയുള്ള നമ്മുടെ കാഴ്ച അള്ളാഹു നിലനിർത്തി തരട്ടെ. ആരെങ്കിലും കാഴ്ചയില്ലാത്ത ആൾ ഇത് കേൾക്കണമെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ മറ്റൊരു ഔദാര്യമാണെന്ന് തിരിച്ചറിയണേ. ഒരാളിങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ച് പറയും, ഒരാൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയും. അയാൾക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അപ്പം വേറൊരാൾ ഇയാളിങ്ങനെ കേട്ടിട്ടൊരു പരിഹാസ രൂപേണ ഇയാളോട് ചോദിക്കുകയാണല്ല സഹോദരാ, നിങ്ങളെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ, നിങ്ങൾ അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തു എന്നല്ലേ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കാഴ്ചയില്ല, നിങ്ങൾക്ക് അല്ല ചെയ്ത നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോ കാഴ്ചയില്ലാത്ത കുരുടനായ അന്ധനായ മനുഷ്യന്റെ മറുപടി, സഹോദരാ നിങ്ങൾ അങ്ങനെ ചോദിച്ചു പരിഹസിക്കണ്ട. എനിക്കെന്റെ റബ്ബെല്ലാ നിഅമത്തും തന്നിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തത് ഞാനൊരു വിഷയമാക്കുന്നില്ല. അതും എനിക്കെന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. കാരണം നാളെ ആഖിറത്തിൽ കോടതിയിലെത്തിയാൽ കണ്ണിന് കാഴ്ച തന്ന വകയിൽ നിങ്ങൾ എത്ര കൊല്ലം, ആയിരക്കണക്കിന് കൊല്ലം അള്ളാന്റെ കോടതിയിൽ ഈ കണ്ണിന്റെ കാഴ്ചക്ക് സമാധാനം പറയുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ ഞാൻ ആ വകയിൽ ക്യൂ നിൽക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ അവിടെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ, നിങ്ങൾ അവിടെ വേർത്തൊലിക്കുമ്പോ ഞാൻ എൻ്റെ റബ്ബിന്റെ ലിഖായിലാകും കേട്ടോ. അതും ഒരനുഗ്രഹമാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഓ സഹോദരങ്ങളെ, ഉമ്മാനെ കാണാത്ത, ബാപ്പയെ കാണാത്ത, ഭാര്യയെ കാണാത്ത, ഭർത്താവിനെ കാണാത്ത, മുല കുടിക്കുന്ന കുട്ടിയുടെ മുഖം കാണാത്ത ഉമ്മന്റെ സങ്കടം അറിയുമ്പോഴാണ് അലം നജ്അൽ ലഹു ഐനൈൻ, കണ്ണിന്റെ ബഹുമാനം അറിയുന്നത്. ഈ കണ്ണുകൊണ്ട് എത്രേ ഹറാമുകളാണ് ജീവിതത്തിൽ കാണുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഉറങ്ങാൻ പോവല്ലേ, ഉറങ്ങാൻ പോവല്ലേ, അതിനു മുമ്പ് ഒരമണിക്കൂർ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്തിട്ട് പാരായണം ചെയ്യാറുണ്ട് ഞങ്ങൾ എന്ന് പറയാ ഈ മജ്ലിസിലിരിക്കുന്ന ആരുണ്ട് സഹോദരാ? ആരും
കയ്യോർത്തേണ്ട വലിയ വലിയ ഉസ്താദന്മാരോടല്ല, എൻ്റെ വേല എന്നെ പോലത്തെ സാധാരണക്കാരോടാണ്. സുബ്ഹാനല്ലാഹ്, ആരുണ്ട് അല്ലാഹുവിന്റെ കലാമുമായി ഒരു ദിവസം ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നവർ ആരുണ്ട്? ഉമ്മമാരെ, തുഹറുള്ള സമയത്ത്, നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ കലാം ഒന്നെടുത്തിട്ട് ഓതിയിട്ടില്ലെങ്കിലും ഒന്ന് സ്നേഹപുരസ്സരം എടുത്തിട്ട് ചുംബിക്കാനുള്ള മനസ്സ് കാണിച്ചവർ. ഈ പരിശുദ്ധ ഖുർആൻ വീട്ടിലിരിക്കുമ്പോൾ ആ ഖുർആനിന്റെ മുമ്പെന്ന് മണിക്കൂറുകളോളം മൊബൈൽ കൊണ്ട് കളിക്കുമ്പോ ഈ ഖുർആൻ ഇങ്ങനെ അള്ളാഹിനോട് പറയൂലേ, അല്ലാ ഹറമിലെങ്ങാനും ഞാൻ വഖഫായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലാ മദീനത്ത് പോയിട്ട് ഖുർആൻ ഫ്രീ കിട്ടുമ്പോൾ ക്യൂ നിന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഖുർആനാണിത്, ആളോടെല്ലാം പ്രസിന്റെ ബഹുമാനം ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ ഖുർആനിന്റെ അതബ് ഫോട്ടോ എടുക്കലല്ല, സെൽഫി എടുക്കലല്ല. ഖുർആനിന്റെ അതബ് മറിച്ചു നോക്കി അള്ളാഹിന്റെ കലാമ് പാരായണം ചെയ്യലാ. ഈ ഖുർആൻ അള്ളാഹിനോട് പറയില്ലേ, അല്ലാ ഒരു ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിലെങ്ങാനും ഞാൻ പെട്ടിരുന്നെങ്കിൽ ആവർത്തിച്ച് 1000 തവണ ആവർത്തിച്ച് എന്നെ ഇങ്ങനെ ഓതുമായിരുന്നല്ലോ അല്ലാ. അതുമല്ല, ഓതാൻ താല്പര്യമുള്ള ഒരാണിന്റെയോ പെണ്ണിന്റെയോ കയ്യിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ അവരെന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നല്ലോ അല്ലാ. നിന്റെ കലാമായ ഞാൻ അവന്റെ മുമ്പിൽ കിടന്ന് എന്റെ നേരെ കാലും നീട്ടിയിട്ട് ഒരദബുമില്ലാതെ, ഒരു മര്യാദയില്ലാതെ നീ കൊടുത്ത നിഅമത്തിൽ നിന്ന് നീ കൊടുത്ത ആയുസ് ചെലവാക്കിയിട്ട് ഇങ്ങനെ മൊബൈൽ കൊണ്ട് മറിച്ച് കളിക്കുന്നത് കണ്ടോ അല്ലാ. ഈ പരിശുദ്ധ ഖുർആൻ നമുക്കെതിരെ ശപിക്കൂല, ശാപവാക്ക് ഉയർത്തൂലാന്ന് ആരാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത്? ഖുർആനിനോട് അദബ് പാലിക്കണേ. പരിശുദ്ധമായ ശഹ്റു ശഅബാൻ കഴിഞ്ഞാൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ വാർഷിക മാസമാണ് വരാൻ പോകുന്നത്. ആ മാസം എത്തിയിട്ട് തുടങ്ങാൻ നിൽക്കാതെ ഈ വഅദ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ചെറുപ്പക്കാരോടും കിട്ടണ സമയം ഖുർആൻ എടുക്കാൻ കഴിയണേ, ഖുർആനിന്റെ അഹ്ലാകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരുണ്ട് അങ്ങനെ ഓതാൻ പറ്റുന്ന ആള്? 1.5 മണിക്കൂർ അള്ളാഹിന്റെ കലാം ഓതാലുണ്ട് ഞങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ആരുണ്ട്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇനിയും ഞാൻ ചോദിക്കുന്നു, ഉറക്കിലേക്ക് പോവുകയാണ്. അഹുൽ മൗത്താണ് ഉറക്ക് എന്ന് പറയുന്നത്. രാത്രി ഉറങ്ങാൻ പോവാണ്. എത്ര ആളുകളാണ് ഉറങ്ങിയത്, പിന്നെ എഴുന്നേൽക്കാതെയായി പോയത്? ഞാനിപ്പോൾ ഈ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഈ ടാബ് എൻ്റെ ഒരു സ്നേഹിതൻ വാങ്ങിത്തന്നതാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരൊറ്റ മനുഷ്യനാമീൻ പറയണില്ല. അള്ളാഹു ബർക്കത്ത്. നിങ്ങൾക്ക് അയാൾ അറിയില്ല, പിന്നെ നിങ്ങൾ ഹാമിയം പറയാണ്ടിരിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിലിടം നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ അഹമ്മദ് ക വളരെ വലിയ സ്നേഹിതനാണ്. 55 വയസ്സ് പ്രായം. എപ്പോഴും രാത്രി വാതെല്ലാം കേട്ടിട്ടാണ് ഉറങ്ങാ. എന്നോട് പലപ്പോഴും പറയാൻ, നിങ്ങളെ മധുർ റസൂൽ വാത് കേട്ടിട്ടാണ് അധികവും ഉറങ്ങാറുള്ളത്. അല്ലാഹുവേ, അർശിന്റെ ചുവടെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അഹമ്മദ് കയും ഭാര്യയും രാത്രി ഉറങ്ങിയതാണ് ചെറുവത്തൂര്. ഭാര്യയും ഭർത്താവൊക്കെ തഹജ്ജുദിന് എണീക്കുന്ന നല്ല കുടുംബമാണ്. പെണ്ണുങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് മുമ്പരെ വിളിച്ചപ്പോ എഴുന്നേൽക്കുന്നില്ല. അവനെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കും. ഏതായാലും ഇപ്പൊ എഴുന്നേൽക്കുന്നുണ്ടാകൂല. സുബഹി ബാങ്ക് കൊടുത്തിട്ട് വിളിക്കാമെന്ന് കരുതി വുളൂ ചെയ്തിട്ട് പെണ്ണുങ്ങളടുത്ത റൂമിൽ പോയി നിസ്കരിച്ച് വന്നിട്ട് പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ എപ്പോഴും ജമാഅത്തിന് പോകണ അഹമ്മദ് കയെ വിളിച്ചു. സുബഹിന്റെ ബാങ്ക് കേട്ടിട്ട് വിളിച്ചിട്ട് മൂപ്പര് കണ്ണു തുറക്കുന്നില്ല. അപ്പൊ ഒരു ബേജാറായി മക്കളെ വിളിച്ചു. അവര് വന്നിട്ട് ഉപ്പാ അവരും തട്ടി വിളിച്ചു, അനങ്ങുന്നില്ല. കൂട്ടക്കരച്ചിലായ അയൽവാസികൾ അറിഞ്ഞു. 4-5 വീടപ്പുറം ഒരു ഡോക്ടറുണ്ട്. അയൽവാസിയാണ്. മൂപ്പര് വിവരം അറിഞ്ഞപ്പോൾ പാതിരാക്ക് അയൽവാസിയല്ലേ, ആ ഡോക്ടർ ഓടി വന്നു നോക്കിയിട്ട് പറയുന്ന, അഹമ്മദ് ക നേരത്തെ പോയി കേട്ടോ. സുബ്ഹാന ജല്ല ജലാലു. ഭർത്താവിന്റെ റൂഹം പിടിച്ച് പാതിരാ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നു പോയത് ആ ഭർത്താവിന്റെ ശരീരത്തോട് മുട്ടിക്കിടക്കണ ഭാര്യ അറിഞ്ഞിട്ടില്ല. പൊന്നുമോനെ, ഉറക്ക് എന്ന് പറയുന്നതിനെ പറ്റി വാള് പറഞ്ഞാ പിന്നെ ഉറങ്ങാൻ നിങ്ങൾക്ക് പേടിയാകും. അത്ര കടുപ്പുള്ളതാണ് ഈ ഉറക്ക് എന്ന് പറയുന്നത്.
അതേ സമയത്ത് ഉറക്കുക എന്ന് പറയുന്ന അള്ളാന്റെ വലിയ അനുഗ്രഹവുമാണ്. അത് ശരീരത്തിന് കിട്ടേണ്ട പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്താകുന്നതാണ്. അള്ളാഹു എല്ലാ നിയമത്തും നിലനിർത്തി തരട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? സാധുവായ ഞാൻ ഉസ്താദ് അവരുടെയൊക്കെ പൊരുത്തത്തിൽ ഖിദ്മത്ത് ചെയ്യുന്നൊരു സാധുവാണ്. പലപ്പോഴും പാതിരാ സമയത്ത് എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം സുബഹിയോട് അടുക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടൗണിലൊക്കെ പല ആളുകളെയും കാണാം. കടയുടെ തിണ്ണയിലുണ്ടാകും, ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുണ്ടാകും, വീണ് കിടക്കാണ്, താടി മുടിയെല്ലാം നീട്ടി മനുഷ്യന്മാര് കാണുമ്പോൾ ഭ്രാന്തന്മാരാണ് നമ്മൾ പറയും. സുബ്ഹാനല്ലാഹ്, നമ്മളെക്കാൾ ചിലപ്പോൾ ആരോഗ്യം അവർക്കുണ്ടാകും, നമ്മളെക്കാൾ സമ്പത്തും വീടും സൗകര്യവും ഒക്കെ അവർക്കുണ്ടാകും. പക്ഷെ കൊട്ടാരത്തിൽ കിടന്നിട്ട് ഉറക്ക് കിട്ടണില്ല, ഉറക്ക് ഗുളിക കഴിച്ചിട്ട് ഉറക്ക് കിട്ടണില്ല, ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഉറക്ക് കിട്ടണില്ല. കുടുംബക്കാര് റൂമിലിട്ട് പൂട്ടിയപ്പോ എങ്ങനെയോ ചാടിയിട്ട് പുറത്തെത്തിയിട്ട് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉറക്ക് നഷ്ടപ്പെട്ടു പോയ എത്ര മാനസിക രോഗികളുണ്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നല്ല ഉറക്ക് തന്നിട്ട് ആ ഉറക്ക് മൊഴികവാക്കിയിട്ട് കഞ്ചാവും കള്ളും അതുപോലെ തെമ്പാടിത്തങ്ങളും പാസ്പാസും പാൻപരാഗും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അല്ലാഹു തന്ന നിഅമത്തിനെ നഷ്ടപ്പെടുത്തി, ഉറക്ക് നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ബുദ്ധിയെ തകരാറിലാക്കല്ലേ, ജീവിതത്തെ നിങ്ങൾ അപകടത്തിലാക്കല്ലേ. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ആ ഉറക്കിലേക്കാണ് പോകുന്നത്. അത്ര ബഹുമാനമുള്ളതാണ് ഈ ഉറക്ക് എന്ന് പറയുന്നത്. ആ ഉറക്കിലേക്ക് പോയാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞ. എത്ര ആളുകളുടെ ഉറക്കിൽ മരിച്ചുപോയി. ഡോക്ടർ അഹമ്മദ് ഖാനെ പറ്റി സൈലന്റ് അറ്റാക്ക്, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല, ഒരു ബഹളം ഉണ്ടായില്ല, ഒച്ച ഉണ്ടായില്ല, വെള്ളം ചോദിച്ചില്ല, ഒന്നുമില്ല, ഉറക്കിലങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആഖിറ ജീവിതം സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, ആഖിറ ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമ്മൾ എപ്പോഴാണ് സംസാരം തുടങ്ങിയത്? നിങ്ങൾക്ക് വല്ല ഓർമ്മയുമുണ്ടോ? എപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്? ഇന്നത്തെ വാലിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്. ജീവിതത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് എപ്പോഴാണ് നമ്മൾ സംസാരം തുടങ്ങിയത്? ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് തലകുത്തി മറിഞ്ഞിട്ട് അന്ന് നമ്മളെ സ്വീകരിച്ചവർ താരാട്ടുപാടി വളർത്തിയപ്പോൾ 6 മാസം 8 മാസം ഒരു 10 മാസം ഒരു കൊല്ലം 12 മാസമാകുമ്പോഴേക്ക് ഉപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ ആദി മോൻ ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല, മോൾ ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഉപ്പാന്റെ ഉമ്മാന്റെയും മനസ്സിൽ വല്ലാത്ത ആദിയാണ്, സംസാരം തുടങ്ങിയിട്ടില്ല. 10 വയസ്സായിട്ടില്ല, 10 മാസേ ആയിട്ടുള്ളൂ. ഒരാഴ്ച മുമ്പ് മടവൂരിന്റെ അടുത്ത് സി എം വലിയുള്ളാന്റെ ബർക്കത്തുണ്ട്, അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. മടവൂരിന്റെ അടുത്ത് കാക്കൂർ PC പാലം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വാളിന് പോയിട്ട് വാള് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറുമ്പോൾ സംഘാടകനായ ഒരു ഉസ്താദ് കാതിൽ വന്നിട്ട് വല്ല സങ്കടത്തോട് പറഞ്ഞു, ഉസ്താദേ, മോന് 3 വയസ്സായി, ഇതുവരെ സംസാരം തുടങ്ങിയിട്ടില്ല. പാറപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് അഭിവന്യരായ ശൈഖുനയുടെ ശൈഖ് താജുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള പരമ്പരയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് ആ പൊന്നുമോനടക്കം എല്ലാ ഞങ്ങളുടെ മക്കൾക്കും നീ ഫസാഹത്തുള്ള കലാമ് നൽകണേ അല്ലാ. രോഗം വരാതെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഓ സഹോദരങ്ങളെ, ചെറിയ പ്രായത്തിൽ മക്കളെ ഇങ്ങനെ ഇക്കിളിയാക്കിയിട്ട് മോനെ ഉപ്പാന്ന് വിളിക്കുന്ന ഉപ്പാന്റെ സമ്മർദ്ദമാണ്, ഉമ്മാന്ന് വിളിക്കുന്ന ഉമ്മാന്റെ സമ്മർദ്ദമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം. എൻ്റെ ബാപ്പ ഖബറിലാണ്. അല്ലാഹു ബാപ്പന്റെ ഖബറിലേക്ക് നമ്മിൽ മരണപ്പെട്ട എല്ലാവരുടെയും ശൈഖുനാന്റെ ബാപ്പയും നമ്മളെ വളരെയേറെ സ്നേഹിച്ച അവിടുത്തെ ഉമ്മയും ഖബറിലാണ്. റഷീദ് മിസ്ബാഹി ഉസ്താദിന്റെ ഉമ്മ ഖബറിലാണ്. അവിടെ താണ്ട് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. അല്ലാഹുവേ, ആ ഉമ്മമാർക്കും ഞങ്ങളുടെ മരണപ്പെട്ട ബാപ്പമാർക്കും എല്ലാവർക്കും അവരുടെ ഖബർ സ്വർഗമാക്കി. ഈ പാറപ്പുറത്ത് ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഈ വാളിന്റെ സന്തോഷം പ്രകാശമായി, ഭക്ഷണമായി, സ്വർഗീയ സന്തോഷമായി എത്തിക്കണേ അല്ലാഹ്.